ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് മെൻസുറേഷൻ. നമ്മൾ എൻജിനീയറിംഗ് ഫീൽഡിൽ ഒരു എൻജിനീയറിന് മെറ്റീരിയൽസിൻ്റെയും മാൻ പവറിൻ്റെയും മെഷീനറീസിൻ്റെയൊക്കെ എസ്റ്റിമേഷൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറേ ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റിൻ്റെ റെലവൻറ്റ് ഫോർമുലാസ് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ, അതായത് ഇപ്പോൾ സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം, സർക്കിൾ ആവാം, പാരലോഗ്രാം ആവാം, അങ്ങനെ കുറേ ജിയോമെട്രിക്കൽ ഷേപ്പിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കേണ്ടി വരും. അതിനെക്കുറിച്ചിട്ടാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, എന്തോ ആയിക്കോട്ടെ, സെൻറ്റിമീറ്റർ ആകാം, മീറ്റർ ആയിരിക്കാം, മില്ലിമീറ്റർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ഒരു യൂണിറ്റാണ്. ഓക്കെ, ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റാണ് നമ്മൾ പറയൽ. ബ്രെഡ്ത്തും വിഡ്ത്തൊക്കെ ആയിക്കോട്ടെ, എന്താണ്, നമ്മളൊരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയൽ. ഓക്കെ, അപ്പം ലെങ്ത്ത് പറയുന്നത് എൽ യൂണിറ്റ്. ഈ യൂണിറ്റിന് നമുക്ക് എന്താണ്, സെൻറ്റിമീറ്റർ ആവാം, മീറ്റർ ആവാം, ആവാം, എന്തും എടുക്കാം. നമുക്ക് നമ്മൾ എന്താണോ യൂണിറ്റായിട്ട് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ യൂണിറ്റിൻ്റെ പേരുകൾ മാറും. സെൻറ്റിമീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ. നമ്മൾ യൂണിറ്റ് ആൻഡ് കൺവേർഷനിൽ കുറേ യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡയഗണൽസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി യൂണിറ്റിലാണ്. ഡയഗണൽ പൊതുവായിട്ട് നമ്മൾക്ക് ഏതിലാണ് കാണപ്പെടുക? കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് റെക്റ്റാങ്കിളിൽ എന്തുണ്ടായിരിക്കും? ഡയഗണൽ ഉണ്ടായിരിക്കും. ഡയഗണൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണല്ലോ ഡയഗണൽ. ഓക്കെ, ഇനി ഡയമീറ്റർ സാധാരണ നമ്മൾ ഏതിലാണ് ഡിസ്കസ് ചെയ്യാറ്? സ്ഫിയറിലാണ് അല്ലെങ്കിൽ സർക്കിളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്, അല്ലേ? റേഡിയസിൻ്റെ ഡബിളാണ് എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗണലും ഡയമീറ്ററും നമ്മൾ മെൻസുറേഷനിൽ ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്രെഡ്ത്തും വിഡ്ത്തും ബി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഡയഗണലും ഡയമീറ്ററും ഡി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്, അല്ലേ? വ്യാസം എന്ന് പറയുന്നതാണ് ഡയമീറ്റർ, ആരെന്ന് പറയുന്നതാണ് റേഡിയസ്. ഓക്കെ, സെമി പെരിമീറ്റർ ഉണ്ട്, അതിനെ എസ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. പെരിമീറ്റർ ഉണ്ട്, അതിനെ പി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതേപോലെ തന്നെ സർക്കംഫറൻസ്, ഏരിയ. സർക്കംഫറൻസ് വരെ നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയല്. പക്ഷേ ഏരിയ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? രണ്ട് യൂണിറ്റുകൾ തമ്മിലുള്ള മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് പറയുന്നത്? ഏരിയ പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെക്റ്റാങ്കിൾ. എൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത് ഡി. ഓക്കെ, ഇത് നമ്മളെന്താ പറയാം? വീതി ഇൻറ്റു നീളമാണ് എന്തെന്ന് പറയുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എൽ ഇൻറ്റു ബി ആണ്. നമുക്കറിയാം എല്ലിനെ നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടാക്കും, ഇവിടെ യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് യൂണിറ്റുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ യൂണിറ്റ് സ്ക്വയർ എന്ന് പറയും. ഓക്കെ, ഒന്നിലേക്ക് മീറ്റർ സ്ക്വയർ ആയിരിക്കാം, സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കാം, എന്തും വരാം, ഏത് യൂണിറ്റും വരാം. ഓക്കെ, എല്ലിൻ്റെ ബീൻ്റെയും യൂണിറ്റുകൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്, ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, വോളിയം ഉണ്ട്. വോളിയം എന്താണ്? വോളിയം നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസൊക്കെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് വോളിയത്തിൻ്റെ ഒക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, കപ്പാസിറ്റിയൊക്കെ ഈ വോളിയത്തിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്വയറാണ്. ഓക്കെ, സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലായിട്ട് വരുന്ന 4 സൈഡുകളും ഈക്വലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, സ്ക്വയർ എന്ന് പറയാം. ഇതിപ്പോൾ ഇപ്പോൾ ലെങ്ത്തും ഇപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണ്, ലെങ്ത്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ വരച്ച ഫിഗറിൽ എ എ എ എ ഇതാണല്ലോ സ്ക്വയർ, 4 സൈഡും ഈക്വലാണ്. ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിൻ്റെ എ സൈഡായിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ ആണ് പറയുന്നത് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ വന്ന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ എന്ത് ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, റെക്റ്റാങ്കിളുടെ ഏരിയ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എ ആണ്, ബി എന്ന് പറയുന്നത് എന്താണ് എ ആണ്. അപ്പോൾ എന്താ എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചുറ്റളവിനെയാണ് എന്ത് പറയുന്നത്, പെരിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ എന്താണ്, 4 സൈഡ് കൂട്ടിയത്. അപ്പോൾ എന്താ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, അപ്പോൾ എന്താ 4a എന്ന് വരും. പെരിമീറ്റർ ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ എന്താണ് പറഞ്ഞത്, പെരിമീറ്റർ ആണ്. ഓക്കെ, പെരിമീറ്റർ ഈക്വൽ ടു 4a യൂണിറ്റ് എന്ന് വരും. യൂണിറ്റ് സ്ക്വയർ വരുമോ, ഇല്ല. പെരിമീറ്റർ യൂണിറ്റിൻ്റെ ടേമിലാണ് പറയൽ. ഓക്കെ, ഡയഗണൽ എന്ന് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിലുള്ള, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. ഇതിപ്പോൾ നമുക്ക് പറയാം ഏതെങ്കിലും ഒന്നെടുക്കാം. 2 ഡയഗണൽസും ഈക്വൽ ആയിരിക്കും. ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്ത്, സ്മോൾ ഡി ആണ്. അപ്പം സ്മോൾ ഡി ഈക്വൽ ടു √2a, ഇതാണ് ഇക്വേഷൻ. ഡി ഈക്വൽ ടു ഡയഗണൽ ഈക്വൽ ടു √2a. ഈ √2 എന്ന് പറയുന്നത് എന്താണ്, 2⁻1/2 എന്നല്ലേ, 2⁻1/2 ആണ് എന്ത് √2 എന്ന് പറയുന്നത്. ഓക്കെ, ഏതു സംഖ്യയും ⁻1/2 എന്ന് പറഞ്ഞാൽ √2 എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് വരാറ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മോഡലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ബ്രാസ് ഷീറ്റ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ഹൂസ് പെരിമീറ്റർ ഈസ് 31.2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത്, ഒരു ബ്രാസ് ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യന്. ഓക്കെ, അത് ഏത് ഷേപ്പിലാണ്, സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബ്രാസ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് പെരിമീറ്റർ ആണ്. അപ്പോൾ പി ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 31.2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ് എന്താണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റുകൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആൻസർ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതിലേക്ക് അത് ഇൻകംപ്ലീറ്റ് ആൻസറാണ്. ഓക്കെ, യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് കൺവേർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഓക്കെ, 31.2 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള ഒരു ബ്രാസ് ഷീറ്റിൻ്റെ, സ്ക്വയർ ആയിട്ടുള്ള ഒരു ബ്രാസ് ഷീറ്റിൻ്റെ ഏരിയ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഒരു ബ്രാസ് ഷീറ്റിൻ്റെ അതിൻ്റെ പെരിമീറ്ററാണ് 31.2 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്, പെരിമീറ്ററാണ്. അപ്പോൾ പീൻ്റെ ഇക്വേഷൻ എന്താ, 4 × a ആണ് അല്ലേ. ഇതിന് എ കണ്ടെത്തിക്കൂടെ നമുക്ക്, പി തന്നിട്ടുണ്ട് ഓൾറെഡി. പി എന്താ തന്നത്, 31.2 സെൻറ്റിമീറ്ററിന് തന്നിക്കണം, ഈക്വൽ ടു 4 × a. ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തുനിന്ന് മൾട്ടിപ്പിൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, 4നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 31.2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാലാണ് എ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. 7.8 സെൻറ്റിമീറ്ററാണ് നമ്മളെ ഒരു സൈഡിൽ നിന്ന് കിട്ടി, എൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് A² ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ 7.8ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഏരിയ എന്ന് പറയുന്നത് A² ആണ്. എ എന്ന് പറയുന്നത് 7.8 ഹോൾ സ്ക്വയർ എന്ന് വരും. 7.8 ഇൻറ്റു 7.8 ഓക്കെ 60.84 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. യൂണിറ്റ് ശ്രദ്ധിക്കുക, ഏരിയൻ്റെത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് സ്ക്വയർ ആണെന്ന്. സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ യൂണിറ്റ് സ്ക്വയർ, നമുക്ക് ഒരു ജനറലായിട്ട് പറയുമ്പോൾ യൂണിറ്റ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ അതിനനുസരിച്ചിട്ട് ഇവിടെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ എഴുതണം, മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ എഴുതണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദ സർക്കംഫറൻസ്, ഡയഗണൽ and area of a square whose side is 18 centimeter. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. സ്ക്വയറിൻ്റെ കേസിൽ പെരിമീറ്റർ എന്ന് വരും. സോറി, ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് സൈഡ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് പി കാണണം, ഡയഗണൽ കാണണം, സോറി സ്മോൾ ഡി ആണ്, സ്മോൾ ഡി കാണണം, ഏരിയ കാണണം, ക്യാപിറ്റൽ എ കാണണം. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷനാണ്. 4 ഇൻറ്റു എ, 4 ഇൻറ്റു 18 എന്ത് വരും? 72 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി ഡയഗണൽ കാണണം. ഡയഗണലിലെ അടുത്ത ക്വസ്റ്റിന്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയഗണലാണ്. √2a. √2ൻ്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. 1.414 ആണ് √2ൻ്റെ വാല്യൂ. ഇൻറ്റു 18 എന്ന് വരും. ഓക്കെ, 1.414. ആൻസർ നമുക്ക് കിട്ടും 25.45 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞത് സ്ക്വയറിൻ്റെത് എന്താണ്? A² ആണ് അല്ലേ. ഇക്വേഷന് A² എന്നല്ലേ. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 18ൻ്റെ സ്ക്വയർ, 18ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 18. ഓക്കെ, 324 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഏരിയ ആണല്ലോ, അപ്പോൾ സ്ക്വയർ എന്ന് എഴുതണം. ഡയഗണലിന് നമുക്ക് യൂണിറ്റ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സെൻറ്റിമീറ്റർ ആണ് തന്നത്, അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഈ 4 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഏരിയ ഈക്വൽ ടു A², പെരിമീറ്റർ ഈക്വൽ ടു 4a, ഡയഗണൽ ഈക്വൽ ടു √2a. ഈ 3 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ.